ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടൊളുമിന ഓർക്കിഡ്സിനെ പറ്റിയിട്ടാണ്. ടൊളുമിന എന്നെല്ലാവരും കേൾക്കുന്നത് കുറവായിരിക്കും, പക്ഷെ എല്ലാവരും ഡാൻസിങ് ലേഡി, ഡാൻസിങ് ഡോൾസ് എന്നൊക്കെ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ഓർക്കിഡ് ഒനിസിഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സ്പീഷീസിൻ്റെ ഒരു ഇക്വിറ്റേറ്റഡ് ഒരു സ്പീഷീസാണ് ഈ ടൊളുമിന. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്, വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളരുന്ന രീതി, ഫ്ലവറിങ്, അതൊക്കെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഒനിസിഡിയവും ടൊളുമിനയും തമ്മിൽ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിൻ്റേത്. കാറ്റിൽ ഇങ്ങനെ നൃത്തമാടുന്ന ഒരു പാവക്കുട്ടിയെപ്പോലെയോ അല്ലെങ്കിൽ ഡാൻസിങ് ലേഡി എന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ഓർക്കിഡ്സാണ്. അതുപോലെ തന്നെ വെള്ളവും വേണം, അതായത് ഹ്യൂമിഡിറ്റിയും സൺലൈറ്റും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതരം കാറ്റഗറിയാണ് ടൊളുമിന. ദെൻ നമുക്ക് പരിചരണം കുറഞ്ഞതും അതുപോലെ തന്നെ കൂടിയതുമായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഡാൻസിങ് ലേഡി എന്ന് പറഞ്ഞിട്ടൊരു കോമൺ ഐറ്റം നമ്മുടെ കേരളത്തിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഔട്ട്ഡോറിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണാറുണ്ട്, വളരെ കോമൺ ആണ്. അപ്പം ഞാൻ കോമൺ അല്ലാത്ത ഒരു പ്രത്യേകത ഒരു ടൊളുമിന നഴ്സറിയിൽ നിന്ന് വാങ്ങിയായിരുന്നു. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതും അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഇത് വെള്ളവും സൺലൈറ്റും കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും യൂസ് ചെയ്യാം. ഇൻഡോർ ആണെങ്കിൽ നമുക്കൊരു തെക്ക് ഭാഗത്ത് അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് വയ്ക്കാം. ഔട്ട്ഡോർ ആണെങ്കിൽ ഇത് ഡ്രൈ ഔട്ട് ആവുന്ന ആ സമയത്ത് നമുക്കിതിന് വാട്ടർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുമ്പം വെള്ളം പിടിച്ച് നിർത്താൻ പറ്റുന്ന മെറ്റീരിയൽസ് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. മറ്റുള്ള ഏകദേശം ഡെൻഡ്രോബിയം ഒക്കെ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം വെള്ളം പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കൊക്കോ ചിപ്സും പിന്നെ ഓടൻ കഷ്ണം, കരിക്കട്ട, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഈ ഒരു ഓർക്കിഡ് നഴ്സറിയിൽ ചെന്നപ്പം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലൊന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ കോമൺ ഡാൻസിങ് ഗേളായിട്ട് തോന്നുമെങ്കിലും ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട് അതിൽ നിന്നൊക്കെ ആയിട്ട്. ഇതിൻ്റെ ലീഫ് ഇതുപോലെ നല്ല കട്ടിയുള്ളതാണ്. പിന്നെ ഇത് അതിൻ്റെ ലീഫ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്, നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് വന്നിട്ടില്ല. നമ്മുടെ കോമൺ ഡാൻസിങ് ലേഡി പോലെ അല്ല ഇത്. പിന്നെ ഇതിൻ്റെ ഫ്ലവർ ആണെങ്കിലും നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു ഡാൻസിങ് ലേഡീനെ അപേക്ഷിച്ച് വലിപ്പമുള്ള പൂക്കളാണ്. പിന്നെ ചിലതൊക്കെ ഇതിൽ ബ്രാഞ്ചസ് ആയിട്ട് വരും. അപ്പം ഈ കാണുന്നതാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പിക്ചർ. അപ്പം കഴിഞ്ഞ മന്തിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പം പുതിയ ബഡ്സ് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പൂക്കളുണ്ടാവും. ഇതിന് ആവശ്യത്തിനുള്ള ഹ്യൂമിഡിറ്റിയും അതുപോലെ സൺലൈറ്റും പിന്നെ പുതിയ ബ്ലൂംസ് മീൻസ് പുതിയ സ്പൈക്ക് വരുന്നതിനനുസരിച്ച് ഇതിൽ നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിനെ ഒനിസിഡിയം എന്ന് വിളിക്കുന്നത് ഇത് ഒരു സൈഡിലേക്ക് മാത്രമാണ് വളരുന്നത്. ഇപ്പം ഞാനിതിൽ കാണിച്ചിട്ടുണ്ടല്ലോ പഴയ സ്യൂഡോ ബൾബ്, അതായത് അതിലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്നതെല്ലാം ഇതിൻ്റെ സ്യൂഡോ ബൾബാണ്. ഇത് വലിയ ലീഫ് വന്നിട്ട് കവറായിരിക്കും. ഈ സ്യൂഡോ ബൾബ് അതിൽ ഡ്രൈ ഔട്ടായി നശിച്ചിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഫ്രണ്ടിലേക്കായിട്ടായിരിക്കും പുതിയ തൈകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് റിപ്പോർട്ട് ചെയ്യാം. ഞാനൊരു ആൻറ്റി ഫംഗൽ സൊല്യൂഷനിൽ ഈ കൊക്കോ ചിപ്സും കരിക്കട്ടയും അതുപോലെ തന്നെ ഓടും കഷ്ണം ഇല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണം യൂസ് ചെയ്യാം. ഇതെല്ലാം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റും നമുക്ക് ഏത് മീഡിയത്തിലാണോ തന്നത് അതെടുത്തിട്ട് ഇതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ സൊല്യൂഷനിൽ മുക്കി വയ്ക്കാം. സാഫോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൻറ്റി ഫംഗൽ സൊല്യൂഷൻ യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഫ്രണ്ടിലേക്കാണ് വളർന്നു തുടങ്ങുക, നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു പോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഈ പോട്ടിന് ഏകദേശം ഒരു 17-18 രൂപയൊക്കെ ഉള്ളൂ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ആൻറ്റി ഫംഗൽ പൗഡർ ഇൻഡോഫിലാണ്. സാഫ്, ഇൻഡോഫിൽ അങ്ങനെ പല ബ്രാൻഡിൽ വരുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഏകദേശം ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. പ്ലാന്റ് നമ്മൾ ഒരു മിനിമം ഒരു 10-15 മിനിറ്റ് ഡിപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഈ കൊക്കോ ചിപ്സൊക്കെ നമുക്കൊരു അരമണിക്കൂറോളം എല്ലാം ഇതിൽ മുക്കി വയ്ക്കാം. അപ്പോൾ ഇതിലുള്ള ഫംഗൽ
ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നശിച്ചു പോകും. ഇനി നമുക്ക് ഇത് നിറയ്ക്കാം. അപ്പോൾ പ്ലാന്റ് മുക്കി വെച്ചതോടൊപ്പം തന്നെ ഒന്ന് എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രീതിയിൽ ഇതിൽ നിന്ന് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പോർഷൻ കൊക്കോ ചിപ്സും അതുപോലെ തന്നെ ഓടും കഷ്ണം എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇടാം. നമ്മൾ പ്ലാന്റ് നടുമ്പോൾ എപ്പോഴും നമ്മൾ റീപോർട്ട് ചെയ്യുകയാണല്ലോ, അപ്പോൾ എപ്പോഴും നമ്മളൊരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് സെൻറ്ററിലാക്കി വെക്കരുത്. ഇതിൻ്റെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഫ്ലവർ വന്നിരിക്കുന്നതാണ് ഏറ്റവും പുതിയ ബഡ്. അപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ളതെല്ലാം പഴയ ബഡാണ്. അപ്പോൾ അത് അറ്റത്തേക്ക് നീങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് വയ്ക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പം പുതിയത് എപ്പോഴും ഒറ്റ സൈഡിലേക്കായിട്ടായിരിക്കും വളരുക. ഇപ്പം ഫ്ലവർ ചെയ്തിരിക്കുന്ന ഒരു ബഡ് കണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നാണ് പുതിയ ബഡ് ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലായിരിക്കും ഇനി അടുത്ത ഫ്ലവർ ഉണ്ടാവുക. അങ്ങനെ പിന്നെ നമ്മൾ ഇത് ഫ്ലവർ ഉണങ്ങി കഴിയണ വരെ, അതായത് ആ ഒരു സ്പൈക്ക് ഉണങ്ങി കഴിയണ വരെ വെയിറ്റ് ചെയ്യാം. ഉണങ്ങി തുടങ്ങുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ വീണ്ടും നമുക്ക് ഫ്ലവർ ഉണ്ടാവും. ഇത് വേറൊരു വെറൈറ്റി ഒണിസിഡിയം ആണ്. ഇതിൻ്റെ ഫ്ലവറാണ് ഞാൻ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഇതും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിനും ഒറ്റ സൈഡിലേക്കാണ് പുതിയ ചെടികൾ, അതായത് പുതിയ പ്ലാന്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഓർക്കിഡ് പ്രേമികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. ഡിഫറെൻറ്റ് സൈസിൽ, അതുപോലെ തന്നെ ആനിമൽസിൻ്റെയും അതുപോലെ ബേർഡ്സിൻ്റെയും പിന്നെ ഫ്ലൈസ്, ബീസ്, ഇതിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒനിസിഡിയം എല്ലാ ഓർക്കിഡ് ലവേഴ്സിനും വളരെ ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഓർക്കിഡ്സാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ ചാമിങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന കുറച്ച് ടൈപ്പ് ഫ്ലവേഴ്സാണ് ഇതിനുള്ളത്. ദെൻ ഇതിന് നമുക്ക് ഒരു മാസത്തിൽ 2 തവണയൊക്കെ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം. NPK 20-20-20 മിക്സോ അതല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ജൈവവളങ്ങളോ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരിക്കൽ ചെയ്യാം. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഏത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇഷ്ടം, അതെല്ലാം നിങ്ങൾ ഫീഡ്ബാക്കിലൂടെ അറിയിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.